ഹൈ ഡിയേഴ്സ്, ഇന്ന് മാങ്ങയും ആപ്പിളും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് കാണാം. മാമ്പഴം പരിഹസിച്ചുകൊണ്ട്, ആപ്പിൾ, നീ പഴങ്ങളുടെ രാജ്ഞിയായി ഭവിക്കുന്നു. ഹിന്ദിയിൽ എങ്ങനെ പറയും? ആം മജാക് ഉഡാത്തെ ഹുए क्या आप फलों की रानी की तरह महसूस करती है? महसूस करना എന്ന് പറഞ്ഞാൽ അനുഭവപ്പെടുക. ഫലോം കി റാണി, പഴങ്ങളുടെ രാജ്ഞിയായി ഭവിക്കുന്നു. മജാക്ക് ഉഡാത്തെ ഹുए എന്ന് പറഞ്ഞാൽ പരിഹസിച്ചുകൊണ്ട് പറയുന്നതിനായിട്ട് പറയാം. മജാക്ക് ഉഡാത്തെ ഹുए क्या आप फलों की रानी की तरह महसूस करते हो? മാംഗോ, പക്ഷെ ഞാൻ പഴങ്ങളുടെ രാജാവാണ്. ലേക്കിൻ മേ ഫലോം കാ രാജാ ഹൂം. നീ രാജ്ഞിയാണെങ്കിൽ ഞാൻ രാജാവാണ്. അപ്പൊ രാജാവിനല്ലേ കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാവുക. പക്ഷെ ഞാൻ പഴങ്ങളുടെ രാജാവാണ്. എങ്ങനെ ഹിന്ദി പറയാ? ലേക്കിൻ മേ ഫലോം കാ രാജാ ഹൂം. ലേക്കിൻ എന്ന് പറഞ്ഞാൽ പക്ഷെ, പഴങ്ങളുടെ, ഫലോം കാ രാജാവാണ്, രാജാ ഹൂം. ലേക്കിൻ മേ ഫലോം കാ രാജാ ഹൂം. പക്ഷെ ഞാൻ പഴങ്ങളുടെ രാജാവാണ്. എൻ്റെ മധുരമുള്ള രുചി എല്ലാവർക്കും ഇഷ്ടമാണ്. മേരാ മീഠാ സ്വാദ് സബ്കോ പസന്ത്. മേരാ, എൻ്റെ, മീഠാ സ്വാദ് മധുരമുള്ള രുചി എല്ലാവർക്കും, സബ്കോ പസന്ത് ഹെ ഇഷ്ടമാണ്. മേരാ മീഠാ സ്വാദ് സ്വാദ് സബ്കോ പസന്ത്. എൻ്റെ മധുരമുള്ള രുചി എല്ലാവർക്കും ഇഷ്ടമാണ്. മാങ്ങ പറയാണത് ആപ്പിളിനോട്. എൻ്റെ നിറവും നല്ലതാണ്. മേരാ രംഗ് ബി അച്ഛാ ഹെ. മേരാ രംഗ് ബി അച്ഛാ ഹെ. രംഗ് എന്ന് പറഞ്ഞാൽ നിറം, നിറവും, അതിനാണ് രംഗ് ബി. ബി എന്ന് പറയുമ്പോൾ ഒന്നും കൂടി ഊന്നൽ കൊടുക്കാനാണ്, എംഫസൈസ് ചെയ്യാനാണ് പറയുന്നത്. നിറവും. മേരാ രംഗ് ബി, എൻ്റെ നിറവും, അച്ഛാ ഹെ നല്ലതാണ്. ആപ്പിൾ, മാമ്പഴം നീ അത്രയ്ക്ക് മഹാനൊന്നുമല്ല. ആപ്പിളിന് പറയുന്നതാണ് സേബ്. സേബ് പറയാ മാംഗോ, തും ഇത്തനെ മഹാൻ നെയ്യോ. ഇത്തനെ മഹാൻ, ഇത്രയ്ക്കൊന്നും മഹാനല്ല നീ. നീ വിചാരിക്കുന്ന പോലെ അത്രയ്ക്ക് വലിയ ആളൊന്നുമല്ല. മാംഗോ, തും ഇത്തനെ മഹാൻ നെയ്യോ. നീ ഇത്രയ്ക്ക് മഹാനൊന്നുമല്ല. നിനക്ക് നിറമുണ്ട്, നിനക്ക് രുചിയുണ്ട് എന്നൊക്കെ ഉള്ളത് ശരി, പക്ഷെ അത്രയ്ക്ക് വലിയ മഹാനൊന്നുമല്ല നീ. ആപ്പിളിന് ദേഷ്യം വന്നിട്ടുണ്ടാവുമല്ലോ. ആപ്പിളിന്റെ പേര് സേബ്. എൻ്റെ സ്വാദും ഒട്ടും മോശമല്ല. അത് ആപ്പിള് പറയുന്നതാ. മേരാ സ്വാദ് ബി ഇത്തന ബുരാനിയെ. ഓ, നിനക്ക് മാത്രം നല്ല രുചി, എനിക്ക് രുചിയുണ്ട്. നമ്മൾ തർക്കിക്കുമ്പം പറയില്ലേ, മികച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. മേരാ സ്വാദ് ബി ഇത്തന ബുരാനിയെ, എൻ്റെ സ്വാദും അല്ലെങ്കിൽ എൻ്റെ രുചിയും ഇത്തന ബുരാനിയെ, ഇത്രയ്ക്കൊന്നും മോശമല്ല. എൻ്റെ കറുമുറുപ്പും പുളിപ്പും അമൂല്യമാണ്. കറുമുറുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ക്രഞ്ചി, നമ്മൾ ആപ്പിൾ ചവയ്ക്കുമ്പോൾ വരുന്നൊരു ക്രഞ്ചി ശബ്ദമല്ലേ, അതിനാണ് കറുമുറുപ്പ് എന്ന് പറയുക. പുളിപ്പ്, ചില ആപ്പിളിനൊക്കെ പുളിപ്പുണ്ടാവും, അത്. അമൂല്യമാണ്, അൻമോൾ ഹെ. മേരി കുർക്കുറാപ്പൻ ഔർ ഖട്ടാസ് അൻമോൾ ഹെ. എൻ്റെ ക്രഞ്ചിനെസ്സും എൻ്റെ പുളിപ്പും അമൂല്യമുള്ളതാണ്, അമൂല്യമാണ്. മേരി കുർക്കുറാപ്പൻ ഔർ ഖട്ടാസ് അൻമോൾ ഹെ. മാങ്ങ, ഇതെല്ലാം എൻ്റെ സ്വാദിന്റെ മുന്നിൽ വളരെ തുച്ഛം. യേ സബ് മേരെ സ്വാദ് കെ സാമനെ ബഹുത് ചോട്ടാ ഹെ. എൻ്റെ രുചിയുടെ മുന്നിൽ ഇതെല്ലാം ചെറുതാണ്. എന്നാൽ ഈ ക്രഞ്ചിനെസ്സും ഈ കട്ടാപ്പനം ഒന്നും എൻ്റെ മധുരമുള്ള ടേസ്റ്റിന് മുന്നിൽ ഒന്നുമല്ല. എന്നാൽ ഇവനെ ചെറുതാക്കാനാണ് മാംഗോ നോക്കുന്നത്. സേബിനെ ചെറുതാക്കാൻ മാംഗോ നോക്കുന്നത്. മാംഗോ എന്ന് പറഞ്ഞാൽ ആം, ആം മാംഗോ. ആപ്പിൾ, മാങ്ങ കഴിക്കുമ്പോൾ പരിസരം പോലും വൃത്തികേടാവും. ആം ഖാനെ സെ ആസ്പാസ് കാ വാതാവരൺ ബി ഗന്ദാ ഹോ ജാതാ ഹെ. ആസ്പാസ് എന്ന ചുറ്റുപാടുമുള്ള പരിസരം വൃത്തികേടാവും. പരിസരം വാതാവരണം, വാതാവരൺ എന്ന് പറഞ്ഞാൽ പരിസരം വൃത്തികേടാവുന്നതിനായിട്ട് പറയാം. ബി ഗന്ദാ ഹോ ജാതാ ഹെ. ആം ഖാനെ സെ ആസ്പാസ് കാ, ചുറ്റുപാടുമുള്ള സ്ഥലം പോലും, ഗന്ദാ ഹോ ജാതാ ഹെ വൃത്തികേടാവാറുണ്ട്. ചിലപ്പോഴൊക്കെ നിന്നേക്കാൾ വലിയ പുഴുക്കളും നിനക്കുള്ളിൽ ഉണ്ടാവും. കബി കബി തുമാരാ അന്തർ ഐസെ കീടേ ഹോത്തെ ഹെ ജോ തുംസെ ബി ബഡാ ഹോത്താ ഹെ. കബി കബി എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ, തുമാരാ അന്തർ നിന്റെ ഉള്ളിൽ, ഐസെ കീടേ ഹോത്ത ഹെ ഇങ്ങനെയുള്ള പുഴുക്കൾ ഉണ്ടാവാറുണ്ട്. ജോ തുംസെ ബി ബഡാ ഹോത്ത ഹെ, അപ്പോ നിന്നേക്കാളും വലുതായിരിക്കും. കബി കബി തുമാരെ അന്തർ ഐസെ കീടേ ഹോത്തെ ഹെ ജോ തുംസെ ബി ബഡാ ഹോത്താ ഹെ. നിന്നേക്കാൾ വലിയ പുഴുക്കൾ നിന്റെ
ഉള്ളിലുണ്ടാവും ചിലപ്പോഴൊക്കെ. ആലോചിക്കുമ്പോൾ തന്നെ അറപ്പ് തോന്നുന്നു. ഇസ്കെ ബാരെ മേ സോച്ചനെ സെ മുझे ഗിന്നാത്ത ഹെ. ഗിന്നാത്ത എന്നാൽ അറപ്പ് വെറുപ്പൊക്കെ തോന്നുന്നതിനായിട്ട് ഗിന്നാത്ത ഹെ. ഇസ്കെ ബാരെ മേ സോച്ചനെ സെ, ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഓർക്കുമ്പോൾ തന്നെ മുझे ഗിന്നാത്ത ഹെ, എനിക്ക് ഇതിനോട് അറപ്പ് തോന്നുന്നു. ആർഗ്യുമെന്റ് നടക്കുമ്പോൾ അങ്ങനെയാണല്ലോ, നമ്മൾ ഒരാളെ എങ്ങനെയൊക്കെ അടിച്ചമർത്താൻ പറ്റും, അതൊക്കെ നെഗറ്റീവായിട്ടേ നമ്മൾ സംസാരിക്കുള്ളൂ. അപ്പം അവരുടെ ചീത്ത ഗുണങ്ങൾ മാത്രം എടുത്ത് പറയും. മാമ്പഴം, നീ വലിയ ആളാവേണ്ട. തുമേ ദിഖാവ കർണേക്ക് ജരൂരത്ത് നീയേ. തുമേ ദിഖാവ കർണേക്ക് ജരൂരത്ത് നീയേ. നിനക്ക് ഇങ്ങനെ ഷോ ഓഫ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ദിഖാവ കർണ ഷോ ഓഫ് ചെയ്യുക, വലിയ ആളാവുക. മലയാളത്തിൽ വലിയ ആളാവുക, ഇംഗ്ലീഷിൽ നമ്മൾ പറയും ഷോ ഓഫ് കർണ അല്ലെങ്കിൽ ദിഖാവ കർണ. ദിഖാവ കർണേക്ക് ജരൂരത്ത് നീയേ. നിന്റെ മേൽ എത്രമാത്രം കീടനാശിനികൾ ആണുള്ളത്. നിന്റെ മേൽ, ആപ്പിളിന്റെ മേലൊക്കെ അങ്ങനെ കീടനാശിനിയൊക്കെ അടിച്ചിട്ടാണല്ലോ മാർക്കറ്റിലേക്ക് വരിക. തും പർ കിത്തനെ കീടനാശക് ഹേ. കീടനാശക് എന്ന് പറഞ്ഞാൽ കീടനാശിനി. തും പർ, നിന്റെ മേല് കിത്തനെ കീടനാശക് ഹേ, എത്ര കീടനാശിനി ഉണ്ട്. അതൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ് കേട്ടോ. നിന്റെ മേൽ എത്രമാത്രം കീടനാശിനികളാണുള്ളത്. തും പർ കിത്തനെ കീടനാശക് ഹേ. മാമ്പഴം, സീസണിൽ എൻ്റെ വിലയും വളരെ കുറവാണ്. സീസൺ കെ ദൗരാൻ മേരി കീമത്തെ ബഹുത് കമ്മേ. കീമത്തെ എന്ന് പറഞ്ഞാൽ വില. ബഹുത് കമ്മേ വളരെ കുറവാണ്. അപ്പോൾ അവരുടെ നന്മകളൊക്കെയാണ് അവർ സ്വന്തം എടുത്തു പറയുന്നത്. സീസണിൽ എൻ്റെ വില വളരെ കുറവാണ്. സീസൺ കെ ദൗരാൻ, സീസണിൻ്റെ സമയത്ത്, സീസൺ ആകുമ്പോൾ മാംഗോ പഴുക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ, സീസൺ ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ കീമത്തെ ബഹുത് കമ്മേ, എൻ്റെ വില വളരെ കുറവാണ് എന്ന് വെച്ചാൽ ആൾക്കാർക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റും വാങ്ങിക്കാൻ. വർഷത്തിലൊരിക്കൽ വരുന്നത് കൊണ്ട് എല്ലാവരും എന്നെ കാത്തിരിക്കാറുണ്ട്. ഹർ കോയി മേരാ ഇന്തസർ കർത്താ ഹെ. ഹർ കോയി എന്ന് പറഞ്ഞാൽ എല്ലാവരും, മേരാ ഇന്തസർ കർത്താ ഹെ, എന്നെ കാത്തിരിക്കാറുണ്ട്. ഇന്തസർ കർത്താ എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുക. ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ മേ സാൽ മേ ഏക് ഹി ബാർ ആതാ ഹൂം, ഞാൻ വർഷത്തിൽ ഒരു പ്രാവശ്യമേ വരാറുള്ളൂ. हर कोई मेरा इंतजार करता है क्योंकि मैं साल में एक ही बार आता हूँ. ഇത് ബിഗിനേഴ്സിനുള്ളതല്ല കേട്ടോ, കുറച്ച് ഹിന്ദി അറിയാവുന്നവർക്കുള്ളതാണ്. ബിഗിനേഴ്സിനുള്ള ക്ലാസ്സസ് ഞാൻ വേറെ യൂട്യൂബിലൊക്കെ കുറേ കണ്ടിട്ടുണ്ട്. അപ്പം കുറച്ച് പരിചയമുള്ളവർ മാത്രം അത് ട്രൈ ചെയ്ത് പഠിക്കാം. ആപ്പിൾ, നിന്നെ പോലെ ഞാൻ ആരെയും മുഷിപ്പിക്കാറില്ലല്ലോ. മേ തുമാരെ ജൈസെ കിസിക്കോ തക്ലീഫ് നീം പോഞ്ചാത്ത. മേ, ഞാൻ, തുമാരെ ജൈസെ നിന്നെ പോലെ, കിസിക്കോ ആരെയും അല്ലെങ്കിൽ ആർക്കും, തക്ലീഫ് നെയും പോഞ്ചാത്ത ബുദ്ധിമുട്ട് ഉണ്ടാക്കാറില്ല, എത്തിക്കാറില്ല. ബുദ്ധിമുട്ട് എത്തിക്കാറില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് കൊടുക്കാറില്ല, അല്ലെ മുഷിപ്പിക്കാറില്ല, അങ്ങനെയാ. ഞാൻ വർഷത്തിൽ 365 ദിവസവും ഉപലബ്ധമാണ്. മേ സാൽ കെ 365 ദിൻ ഉപലബ്ധ രഹതാ ഹൂം. സാൽ കെ എന്ന് പറഞ്ഞാൽ വർഷത്തിൽ 365 ദിവസം, 365 പറയുന്നതാണ് 365 ദിൻ ഉപലബ്ധ ഹെ. 365 ദിവസവും ഉപലബ്ധ രഹതാ ഹൂം, എന്നെ കിട്ടും, വാങ്ങിക്കാൻ കിട്ടും. ആപ്പിൾ ഏത് സീസണിലും കിട്ടുന്നതാണല്ലോ. അപ്പം മേ സാൽ കെ 365 ദിൻ ഉപലബ്ധ രഹതാ ഹൂം, എന്നെ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് പറയുന്നത്. എന്നെ കാത്തിരുന്ന് ആരും ബോറടിക്കാറില്ല. അത് ആപ്പിൾ പറയാണ്. എന്നെ കാത്തിരുന്ന് ആരും ബോറടിക്കാറില്ല. മേരാ ഇന്തസർ കർത്തെ കർത്തെ കോയി ബോർ നേ ഹോത്ത. ആരും ബോറടിക്കാറില്ല എന്നെ കാത്തിരുന്ന്. മേരാ, എൻ്റെ, ഇന്തസർ കർണ, ഞാൻ ഇപ്പം പറഞ്ഞതേ ഉള്ളൂ, കാത്തിരിക്കുക, ഒരാളെ പ്രതീക്ഷിച്ചിരിക്കാം. കർത്തെ കർത്തെ കാത്തിരുന്നുകൊണ്ട്, കോയി ബോർ നേ ഹോത്ത, ആരും ബോറടിക്കാറില്ല. അപ്പൊ ആപ്പിൾ എല്ലാ സീസണിലും കിട്ടുന്നതാണല്ലോ. അപ്പൊ ഇനി അടുത്ത വർഷമേ വരുള്ളൂ, അല്ലെ 6 മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മളിങ്ങനെ യുദ്ധം ചെയ്തിട്ട് എന്താ, അപ്പം യുദ്ധം ചെയ്ത് ആർഗ്യുമെന്റ് ചെയ്തവർ മടുത്തു കാണും കേട്ടോ. ഹം ഐസെ ലഡ്നെ സെ ക്യാ ഹുവ. നമ്മളിങ്ങനെ ഫൈറ്റ് ചെയ്തിട്ട് എന്താ കാര്യം. ഹം ഐസെ ലഡ്നെ സെ ക്യാ ഹുവ, നമ്മൾ അങ്ങനെ യുദ്ധം ചെയ്തിട്ട് എന്താണ് കാര്യം. ലഡ്ന എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുക, ആർഗ്യുമെന്റ് ചെയ്യാം. അവസാനം നമ്മൾ രണ്ടും മറ്റുള്ളവരുടെ ഇരയായി തീരും. അന്തുമേ, അവസാനം, ഹം ദോനോ, നമ്മൾ രണ്ടുപേരും, ദൂസരോ ഒക്കെ, മറ്റുള്ളവരുടെ ഷിക്കാർ ബൻ ജാത്ത ഹെ,
ഇരയായി മാറും. ഇപ്പൊ ഇവരെത്ര ആർഗ്യൂ ചെയ്തിട്ടുണ്ട്, ആപ്പിളിനെ നമ്മൾ കട്ട് ചെയ്ത് കഴിക്കും, മാംഗോയെയും നമ്മൾ കട്ട് ചെയ്ത് കഴിക്കും. അപ്പൊ ഇവർ ഫൈറ്റ് ചെയ്യുന്നത് വെറുതെ ആവും. വെറുതെ ആർഗ്യുമെന്റ് നടത്തിയിട്ട് നമ്മൾ വിഷമിപ്പിക്കുകയാണ് ഓരോരുത്തർ. നമുക്ക് രണ്ടുപേർക്കും അന്യോന്യം ക്ഷമിക്കുക. ആയേ ഹം ദോനോ ഏക് ദൂസരേക്കോ മാഫ് കർ ദേ. നമ്മൾക്ക് രണ്ടുപേർക്കും ഏക് ദൂസരേക്കോ അന്യോന്യം, അങ്ങോട്ടും ഇങ്ങോട്ടും മാഫ് കർ ദേ. മാഫ് കർന്ന് ക്ഷമിക്കുക. നമുക്ക് രണ്ടുപേർക്കും അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കുക. നമ്മൾ എന്തിനാ അങ്ങനെ യുദ്ധം ചെയ്യുന്നത്? എന്ത് തന്നെയായാലും നമ്മളെ ഇവർക്ക് തിന്നാനുള്ളതല്ലേ. അതാണ് കൺക്ലൂഷൻ. ഇന്ന് മുതൽ നമ്മൾ കൂട്ടുകാരാണ്. ആയിസെ ഹം ദോസ്ത് ഹേ. അവസാനം അവർക്ക് ഫൈറ്റ് ചെയ്ത് അവസാനം അവർക്ക് മനസ്സിലായി ഇതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, ആർഗ്യുമെന്റ് ഇങ്ങനെ നടന്നിട്ട് പോവും, അതിൽ നല്ലത് ഇവർ ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്നതാണ് നല്ലതെന്ന് ഇവർക്ക് തോന്നി തുടങ്ങി. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.